ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സമയം നമ്മൾ ഹിന്ദുക്കൾക്ക് ഭയങ്കര ഐശ്വര്യം നിറഞ്ഞൊരു സമയം തന്നെയാണല്ലേ. അതായത് നമ്മുടെ ഈ ഒരു മല സീസൺ, ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ അവരെ ശരണം വിളിയൊക്കെ കേട്ടുകൊണ്ടല്ലേ ഇന്ന് രാവിലെ നീക്കാറുള്ളത്. ഇന്നാണ് കേട്ടോ ഇവിടെ അച്ഛനും എൻ്റെ അനിയന്മാരും എല്ലാവരും മലയ്ക്ക് പോകുന്ന ദിവസം. ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാലയിട്ടിരിക്കുന്ന സ്വാമിമാർക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ നോൻപെടുക്കുന്നവർക്കും ആ ഒരു രാവിലെ നേരത്തെ നീച്ചുള്ള കുളിയും അതിനുശേഷം എല്ലാ അടിച്ചുവാരലും തുടക്കലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കുക്കിങ്ങും നമ്മൾ അത്രയും നീറ്റോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് നമ്മൾ സ്വാമിമാർക്ക് വെച്ച് കൊടുക്കേണ്ടതൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക, ഈ ഒരു മാസത്തിൽ മാത്രം നടക്കണം എന്ന് തന്നെയാണല്ലേ. ആ ഒരു മല സീസണിൽ നമ്മൾ രാവിലെയൊക്കെ നീക്കുമ്പോൾ ആ ശരണം വിളി കേൾക്കണതൊക്കെ പ്രത്യേക രസം തന്നെയാണല്ലേ. അച്ഛൻ്റെ രാവിലെ നേരത്തെ പുഴയിലൊക്കെ പോയി കുളിച്ച് വന്ന് അച്ഛൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത്. ആ തേങ്ങ നമ്മുടെ ഇവിടെ രാവിലെ വന്നിട്ടാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നെയ്ത്തേങ്ങയ്ക്കുള്ളതും അതുപോലെ എറിയാനുള്ള തേങ്ങ, നെയ്യ് നിറയ്ക്കാനുള്ള തേങ്ങയൊക്കെ അച്ഛൻ അതിൻ്റെ മുകളിലുള്ള ചകിരിയൊക്കെ നല്ലപോലെ കളഞ്ഞ് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റ നെയ്ച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. ആ തേങ്ങ അവൾക്ക് നന്നാക്കാൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സനു അണിച്ച് നെയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ ഇപ്രാവശ്യം നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തയക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി 2ാമത്തെ തവണയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സനുവിനെ കഴിഞ്ഞ വർഷത്തോട് കൂടിയിട്ട് 3 തവണ നമ്മൾ നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ സനുവിന് ഇപ്രാവശ്യം കൊടുത്തയക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അടുത്ത പ്രാവശ്യം അവളേനെ മലയ്ക്ക് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഏട്ടൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് മലയ്ക്ക് പോയിട്ടില്ല. ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോഴായിരുന്നു പിള്ളേർക്ക് വയ്യാണ്ടും സനുവിനെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ സനുവിനെയും കുഞ്ഞാറ്റയ്ക്കൊക്കെ തീരെ വയ്യാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അത് വേണ്ടാന്ന് വെക്കലായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും എൻ്റെ അച്ഛനും അനിയന്മാരും ഇവിടുത്തെ അച്ഛനും എല്ലാവരും കൂടിയിട്ട് സനുക്കുട്ടീനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സനുക്കുട്ടീനെ അടുത്ത പ്രാവശ്യം ഒന്നിച്ച് അങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ തന്നെ നെയ്ത്തേങ്ങ എല്ലാം കൂടിയിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, മൂന്ന് തവണയായിരുന്നു നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം അടുപ്പിച്ച് നെയ്ത്തേങ്ങ നിറയ്ക്കാമെന്നായിരുന്നു നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തോട് കൂടിയിട്ട് അങ്ങനെ 3 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയ്ക്കാണ് ഞാൻ പ്രാവശ്യം നേർന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂട്ടുകാരത്തിയോളും അടുത്തുള്ളവരൊക്കെ മാല ഇട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾക്കും മാല ഇടണം, അയ്യപ്പസ്വാമീനെ കാണാൻ പോകണം, എന്നാൽ പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. അതായത് അവൾ ഇനി എത്രാം ക്ലാസ്സിലാണ് പോവുക, ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിലെത്തിയാലാണോ പോവുക, എനിക്കും വൈകുന്നേരം അവരെ കൂടെ പോയി കുളിക്കണം എന്നൊക്കെ എന്നും അവൾക്ക് തന്നെയായിരുന്നു കേട്ടോ പറയാൻ സമയം ഉണ്ടായിരുന്നു. ഞാൻ എന്നാ ഇനി മലയ്ക്ക് പോവുക എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സനുവിനെ മാർച്ചിലാണ് കേട്ടോ 6 വയസ്സ് തികയണത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 10 വയസ്സ് വരെയൊക്കെ പോവാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നീട്ടി വെക്കുന്നത്. അതായത് നമ്മുടെ സനുവിനെ എടുത്ത് നടക്കണ്ടേ. അപ്പോൾ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ അവൾക്ക് പോവാനും നടക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 6-7 വയസ്സാവുമ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എന്നെയൊന്നും കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. പണ്ടൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ അനിയന്മാരായാലും അച്ഛനായാലും ഒക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളേനെ ഈ ഒരു പ്രായത്തിൽ വിടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സനുവിനും കുഞ്ഞാറ്റയ്ക്കായാലും 10 വയസ്സാവണതിൻ്റെ മുന്നേ 2 പേരെയും വിടണം നല്ല ആഗ്രഹമായിരുന്നു. അച്ഛൻ അവിടെ തേങ്ങ നന്നാക്കലും അതിൻ്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു. കുഞ്ഞാറ്റ ഫുള്ള് തേങ്ങ എടുത്ത് അങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക അതുതന്നെയായിരുന്നു കേട്ടോ. എന്നെ അതിൻ്റെ ഇടയിൽ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു തേങ്ങ പെറുക്കാനും അതിനൊക്കെ. ഇവിടെ നമ്മുടെ ബാക്കിൽ തേങ്ങ ഇട്ടിട്ട് ആകെ ബാക്കിലൊക്കെ പട്ട വീണിട്ടും അങ്ങനെയും കെടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ബാക്കിൽ പട്ടയൊക്കെ ഒതുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് 3 സ്ഥലത്തേക്കായിരുന്നു കുഞ്ഞാറ്റ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കോവയ്ക്ക് ഓരോന്നെടുത്ത് പോകുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് അണിച്ച തേങ്ങ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഫുള്ള് കളി തന്നെയായിരുന്നു. ഇന്നതേ ഞാൻ ഉച്ചയ്ക്ക് ചോറിന് കോവയ്ക്ക് ഉപ്പേരിയും പരിപ്പ് കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ ഈ കോവയ്ക്കുപ്പേരി വെച്ച് അച്ഛനൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ സ്വാമിമാർ കോവയ്ക്ക കഴിക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞത്. ഇതുവരെയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മുടെ ചേച്ചീനെ ഫോൺ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ എന്താ കൂട്ടാൻ വെച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ കോവയ്ക്ക വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്വാമിമാർ ഇവിടെ കഴിക്കാറില്ല, അങ്ങനെ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കഴിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് എന്താ അതിൻ്റെ ഐതിഹ്യം എന്നൊന്നും അറിയില്ല. ചേച്ചി ആ ടൈമിൽ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പശുവിൻ്റെ എന്തോ ഒരു സംഭവം, എനിക്കത് പറയാൻ അറിയണില്ല. ഇനിയിപ്പോൾ വിളിച്ച് ചോദിക്കുന്നത് മോശമല്ലേ. അങ്ങനെ എന്തോ പശുവിൻ്റെ അകിട് എന്തോ ഒരു ഇതുണ്ട്, അതിനെക്കുറിച്ചിട്ട് എന്തോ ഒന്ന് പറയൂ, എനിക്ക് കറക്റ്റായിട്ട് അറിയണില്ല.
അങ്ങനെ അത് കോവയ്ക്കായിട്ട് വന്നതാണത്രേ. എനിക്കത് പറഞ്ഞു തരാൻ അറിയണില്ല കേട്ടോ. അപ്പോൾ കോവയ്ക്ക കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളാരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ കൂന് കഴിക്കാൻ പാടില്ല. കൂന് മാംസത്തിൽ പെടുന്നതാണ്. അതുപോലെ മുരിങ്ങയുടെ ഇല അങ്ങനെ സ്വാമിമാർ മലയ്ക്ക് പോകുമ്പോൾ നോൽമ്പെടുക്കുമ്പോൾ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. ഞാനിതൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത് കേൾക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ മുരിങ്ങയുടെ ഇല കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൂന് എന്താ പറയുക, ഒരു 100 പേരിൽ 50 പേരും ഉണ്ട് എന്ന് പറയുന്നവരും ഒരു 50 പേര് ഇല്ല എന്ന് പറയുന്നവരാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ അറിയണില്ല കേട്ടോ. ഞാനൊരു തവണ ഇങ്ങനെ മുരിങ്ങാക്കൂട്ടം വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ അടുത്ത് പറയുമ്പോൾ അവർ പറയണത് അങ്ങനെ അത് വെക്കാൻ പാടില്ല. അതേസമയം മറ്റൊരാൾക്കാർ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, അത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നും പറയുന്നത് നമുക്കത് അറിയണില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേട്ടോ. ഇങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ കൂന് കഴിക്കുന്നത് കൊണ്ടോ അതുപോലെ മുരിങ്ങയില കോവയ്ക്ക ഇല കഴിക്കുന്നത് കൊണ്ടോ അത് മാംസത്തിൽ ഉൾപ്പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീടിൻ്റെ ബാക്കിൽ ഇതാ കുറേ രാമപ്പഴം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ രാമപ്പഴം എന്നാണ് പറയുക. ഇതിനെന്തോ കസ്റ്റർഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്തച്ചക്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ രാമപ്പഴം എന്നാണ് പറയാറ്. കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. അതായത് ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഒരു പച്ച കളർ വന്നിട്ടേ ഉള്ളൂ. ഇനി അത് നല്ല റെഡ് കളറായിട്ട് വരുമ്പോൾ വേണം പൊട്ടിക്കാൻ. അതിൽ 1-2 മാത്രമാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇന്നലെ പൊട്ടിച്ചിട്ട് അരിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ അതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല, ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല അതിങ്ങനെ നോക്കാനിട്ട്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് തന്നെ ഒരാഴ്ചയായി. പൊട്ടിക്കാനാണെന്ന് വെച്ചാൽ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആയി പൊട്ടിക്ക്. അപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്നലെ അമ്മ കൊടുന്ന് അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇതാ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടല്ല, പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതാ പൊളിച്ച് കുഞ്ഞാറ്റിക്കൊക്കെ കൊടുക്കുകയാണ്. കഴിച്ച് പകുതി ആയപ്പോഴാണ് കേട്ടോ ഒന്ന് ആലോചിച്ചിട്ട് നാളെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഒന്നും കൂടി പഴുക്കുമായിരുന്നു. ഇന്ന് പഴുപ്പില്ല എന്നല്ല, എന്നാലും നാളേക്ക് ഒന്നും കൂടി ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലിതാ സനു കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പകുതി മുക്കാലും ഞാനും കുഞ്ഞാറ്റിൻ്റെയാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയാന്നതിനൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ അതിനെ ഞെട്ടി നമ്മൾ ആ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബലമാണ് കേട്ടോ. പിടിച്ച് തിരിച്ച് കത്തിയും കൊണ്ട് കറുത്തിട്ടാണ് കേട്ടോ അത് കിട്ടിയത്. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു ഫ്രൂട്ടല്ല കേട്ടോ. നല്ല ബലമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു തണ്ടിനെ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ കെട്ടുന്നേരം മലയ്ക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. ബായ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും